സ്നേഹമുള്ളവരെ, ചില ദിവസങ്ങൾ ചോദ്യങ്ങളുടെ ദിവസങ്ങളാണ്. അത്തരത്തിലുള്ള ഒരു ദിവസമായിരുന്നു ദുഃഖവെള്ളി. ഒരു വശത്ത് അധികാരവും അതിൻ്റെ എല്ലാ ആയുധങ്ങളും ഏന്തി നിൽക്കുമ്പോൾ മറുവശത്ത് സത്യവും നീതിയും മനുഷ്യരൂപം കൊണ്ടു നിൽക്കുന്നു. ആര് രക്ഷപ്പെടും? സ്വാഭാവികമായിട്ടും അധികാരത്തിൻ്റെ മുൻപിൽ സത്യവും നീതിയും കൊല ചെയ്യപ്പെട്ട് കല്ലറയിൽ അടക്കപ്പെട്ട് മുദ്ര വയ്ക്കപ്പെട്ടു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? നിരപരാധിയായിട്ടുള്ള നിഷ്കളങ്കനായിട്ടുള്ള ഒരു കുറ്റവും തെളിയിക്കപ്പെടാത്ത ഇവൻ എന്തുകൊണ്ടാണ് കൊല ചെയ്യപ്പെട്ടത്? എന്തുകൊണ്ട് ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നു? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്ത ഒരു ദിവസമായിരുന്നു ദുഃഖവെള്ളി. അതിൻ്റെ പിറ്റേ ദിവസമാകട്ടെ നിരാശയിലേക്ക് തള്ളിവിടുന്ന തരത്തിൽ മൗനത്തിൻ്റെതായിട്ടുള്ള ദിവസം. ദുഃഖവെളിയിൽ കേട്ട എല്ല ബസഭക്താൻ, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് ഞാൻ ഉപേക്ഷിക്കപ്പെട്ടു എന്ന ചോദ്യത്തിന് പിതാവായ ദൈവത്തിൽ നിന്ന് പോലും ഉത്തരം കിട്ടാത്ത ഒരു ദിവസം. പ്രകൃതി പോലും ഒന്നും ഉരിയാടാത്തൊരു ദിവസമായിരുന്നു. എന്നാൽ ഇതാ രാത്രി പുലരുന്നതിന് മുൻപേ ആ ചോദ്യത്തിന് ഉത്തരമുണ്ടായി. കല്ലറയുടെ വാതിലുകൾ പൊളിക്കപ്പെട്ടു. അവൻ ഉയർത്തെഴുന്നേറ്റു. എല്ലാ ചോദ്യത്തിനും ഉത്തരം കൊടുത്തുകൊണ്ട് പിതാവായ ദൈവം അവനെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളൊരു ഉത്തരം. അനീതിപരമായിട്ടുള്ള റോമൻ ന്യായ സംഹിതകളുടെ വിചാരണ പൊളിയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം. അവനെ ക്രൂശിച്ചവർക്കും അവനെ ഉപേക്ഷിച്ചവർക്കും അവനെ തള്ളിപ്പറഞ്ഞവർക്കും അവനെ ഒറ്റിക്കൊടുത്തവർക്കും ഓശാന ഞായറാഴ്ച ഓശാന വിളിച്ച അധരങ്ങളിൽ നിന്ന് തന്നെ ദുഃഖവെള്ളിയാഴ്ച ഇവനെ കൊല്ലണമെന്ന് പറഞ്ഞ ആ വലിയ ജനക്കൂട്ടത്തിൻ്റെയും മുൻപിൽ ഒരു ഉത്തരം, ഒരേ ഒരു ഉത്തരം, ഉയർത്തെഴുന്നേറ്റു. ഇതെല്ലാം വൃഥാവിലായിരുന്നുവെന്നും സത്യം വിജയിക്കുമെന്നുമുള്ള ആ ഒരു വലിയ സന്ദേശം നൽകിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റു. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെയുള്ള ആ ഉത്തരത്തിൻ്റെ ദിവസമാണ് ഈ ഉയർപ്പ് ഞായറാഴ്ച. ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട് എന്ന്, ദുഃഖവെള്ളിയാഴ്ചയ്ക്കൊരു പരിസമാപ്തിയുണ്ടെന്ന്, പ്രത്യാശയിലൂടെയാണ് ലോകം മുന്നോട്ട് പോകുന്നതെന്ന്, പ്രതീക്ഷിക്കാൻ വകയുണ്ട് എന്നുള്ള ആ വലിയ സന്ദേശം നൽകുന്ന ദിവസമാണ് ഈ ഈസ്റ്റർ ഞായറാഴ്ച. യേശു ഉയർത്തെഴുന്നേറ്റതിന് തെളിവുണ്ടോ? ആരും കണ്ടിട്ടില്ല എന്നുള്ളത് സത്യം. അതോടൊപ്പം തന്നെ ശൂന്യമായിട്ടുള്ള കല്ലറ, മൃതശരീരം അവിടെ കാണാനില്ല. മിസ്സിംഗ് ആണ് മൃതശരീരം. ഇത് വെച്ചിട്ടൊരു ജീവിതം തുടങ്ങാൻ പറ്റുമോ? ഇത് വെച്ചിട്ടൊരു വിശ്വാസം ഉണ്ടാകാൻ പറ്റുമോ? അവിടെ മിസ്സിംഗ് ആണ് ഡെഡ് ബോഡി എന്നതും ശൂന്യമായിട്ടുള്ള കല്ലറ എന്നുള്ളതുമല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ഉദ്ധാനം ഒരു അനുഭവമായിട്ട് മാറുന്നതാണ്. ഉദ്ധാനം സംഭവിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അതാണ്. മറ്റുള്ളവർ ഉയർക്കുന്നത് കണ്ടവരുണ്ട്, ലാസറെ ഉയർത്തത് കണ്ടവരുണ്ട്. നായിമിലെ വിധവയുടെ ഏകമകൻ അവൻ്റെ മൃതസംസ്കാര ഘോഷയാത്രയിൽ വെച്ചിട്ടാണ് അവൻ ഉയർപ്പിക്കപ്പെടുന്നത്. ഒരു പിഞ്ച് ബാലിക അവളുടെ കൈപിടിച്ച് ഉയർപ്പിക്കപ്പെടുന്നതും അവളുടെ വീട്ടിൽ വെച്ച് മാതാപിതാക്കളുടെ സാന്നിധ്യത്തിലാണ്. അതൊക്കെ കണ്ടവരുണ്ട്. എന്തുകൊണ്ടാണ് യേശു ഉയർത്തെഴുന്നേറ്റത് ആരും കാണാതെ പോയത്? യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മറ്റുള്ളവരുടേതുപോലെ ആയിരുന്നില്ല. മറ്റുള്ളവർ ഉയർത്തെഴുന്നേറ്റത് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കായിരുന്നു. അതായത് അവരുടേത് ഉയർത്തെഴുന്നേൽപ്പല്ല, അതൊരു പുനർജീവിതമായിരുന്നു. അതുകൊണ്ട് തന്നെയും അവർക്ക് നിയോഗിക്കപ്പെട്ട ജീവിതം അവസാനിക്കുമ്പോൾ ലാസറും നായിമിലെ വിധവയുടെ മകനായിട്ടുള്ള യുവാവും ഈ പിഞ്ചു ബാലികയും ഒക്കെ വീണ്ടും മരണത്തിന് കീഴടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ മരണത്തിലൂടെ മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. യേശുവിൻ്റെ ഉദ്ധാനം പക്ഷേ അതൊരു രൂപാന്തരീകരണമാണ്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 15-ാമത്തെ അധ്യായത്തിലെ പൗലോസ് ലേഖ പറയുന്നത് പോലെ പലതരത്തിലുള്ള ശരീരമുണ്ട്.
മഹത്വീകരിക്കപ്പെട്ട ശരീരമുള്ളവനായിട്ടാണ് യേശു ഉയർത്തെഴുന്നേറ്റത്. ആ ശരീരത്തിന് 3 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത അത് ലഘുത്വമുള്ളതാണെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എവിടെയും ഏത് സമയത്തും പ്രത്യക്ഷപ്പെടാനായിട്ട് കഴിയും. എന്നാൽ ഭക്ഷണം കഴിച്ച് കാണിക്കാൻ കഴിയും. ഭക്ഷണത്തിൻ്റെ ആവശ്യമോ വെള്ളത്തിൻ്റെ ആവശ്യമോ ഇല്ലെങ്കിൽ പോലും ഒരേ സമയം തന്നെ ഏത് രൂപത്തിലേക്കുമാകാൻ കഴിയും. അതുകൊണ്ടാണല്ലോ 4 ലക്ഷത്തിലധികം വരുന്ന അൾത്താരകളിൽ ഒരേ സമയത്ത് അപ്പത്തിലേക്ക് അവൻ ആയിത്തീർന്ന് അപ്പത്തിൻ്റെ രൂപമാറ്റം സംഭവിച്ച് ആന്തരിക അർത്ഥം മാറി ആന്തരിക സത്ത മാറി അവൻ തന്നെയായിട്ട് തീരുന്നത് അവൻ്റെ ശരീരത്തിൻ്റെ ലഘുത്വം കൊണ്ടാണ്. അവൻ്റെ ശരീരത്തിന് രണ്ടാമത്തെ ഒരു പ്രത്യേകത ഒരിക്കലും നശിക്കാത്തതാണ്, അക്ഷയമാണ് എന്നുള്ളതാണ്. മാത്രവുമല്ല അതൊരു പ്രകാശപൂരിതമായിട്ടുള്ള ശരീരവുമാണ്. ആ ശരീരത്തിലേക്കുള്ള ഒരു രൂപാന്തരപ്പെടലാണ്. അതുകൊണ്ടാണ് അത് കണ്ണ് വയ്ക്കാതെ കാത്തിരുന്നാലും അവൻ്റെ ഈ രൂപാന്തരീകരണം കാണാൻ പറ്റില്ലായിരുന്നു. പട്ടാളക്കാർ കാവലുണ്ടായിരുന്നെങ്കിലും അവർക്കത് കാണാൻ സാധിക്കില്ലായിരുന്നു. കാരണം അത് ശരീരം അതുപോലെ ഉയർത്തു വരുന്നതല്ല, രൂപാന്തരീകരിക്കപ്പെട്ട ശരീരം. അങ്ങനത്തെ ഒരു ശരീരം സ്വീകരിക്കലാണ് യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഉത്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ അതെങ്ങനെയാണ് മനസ്സിലാകുന്നത്? അത് അതുവരെ ജീവിച്ചിരുന്ന, ആ സമയത്ത് ജീവിച്ചിരുന്ന മനുഷ്യരിൽ നിന്നാണ് മനസ്സിലാകുന്നത്. അവിടെയാണ് ഭയം വിശ്വാസത്തിന്, ധൈര്യത്തിന് വഴിമാറുന്നത്. അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാം ഭയവിഹുലരായിരുന്നു. ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ള ഒരു സത്യം അവരെല്ലാവരെയും വീണ്ടും യോജിപ്പിക്കുകയും അവർ ഒരുമിച്ച് വന്നിരുന്ന് പ്രാർത്ഥന ആരംഭിക്കുകയും കാത്തിരിപ്പ് ആരംഭിക്കുകയും ചെയ്യുന്നു. അവരുടെ ഇടയിലേക്കാണ് യേശു കടന്നു വരുന്നത്. നിരാശപ്പെട്ട് നടന്ന മഗ്ദലിനക്കാരി മറിയം, അവൾ യേശുവിനെ കാണുമ്പോഴേക്കും എന്തുമാത്രം പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള നേത്രങ്ങളാണ് അവൾക്ക്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് അവളെ കാണുമ്പോൾ യേശു അവളോട് ചോദിക്കും, സ്ത്രീയെ നീ എന്തിനാ കരയുന്നത്? നീ കരയേണ്ടവളല്ല, ഇനി നീ കരയേണ്ട ആവശ്യമില്ല. ഞാൻ നിൻ്റെ കൂട്ടത്തിലുണ്ടാവും. ഉയർത്തെഴുന്നേറ്റ് ഞാൻ എല്ലാത്തിനെയും എല്ലാ പരാജയങ്ങളെയും തോൽപ്പിച്ചവനാണ് ഞാൻ. ആ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് തരുന്ന ഒരു വലിയ സന്ദേശം, ഇനി ഒരു മരണത്തിനും നമ്മൾ കീഴടക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി ഒരു രോഗം കീഴടക്കാൻ പറ്റില്ല. ഏത് തരത്തിലുള്ള പ്രതിസന്ധിയെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. ഈ പ്രതിസന്ധിയുടെ നാളുകളും അതിനുശേഷമുള്ള മൗനത്തിൻ്റെ നാളുകളും കഴിയുമ്പോൾ നമ്മൾ യേശു ഉയർത്തെഴുന്നേറ്റത് പോലെ തന്നെ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള, മരണത്തിന് പോലും നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളൊരു വലിയ സന്ദേശം വിശ്വാസം നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ടാണ് ശിഷ്യന്മാരാകട്ടെ പിന്നീട് വന്നവരാകട്ടെ മരണത്തിൻ്റെ മുൻപിൽ ചെന്നിരുന്നാലും നിങ്ങൾക്ക് കൊല്ലണമെങ്കിൽ കൊന്നുകൊള്ളുക, പക്ഷേ പറയാനുള്ള സത്യം പറയും, ജീവിക്കാനുള്ള യാഥാർത്ഥ്യം ജീവിക്കും. അതിൻ്റെ പേരിൽ നിങ്ങൾ കൊന്നാലും യാതൊരു പ്രശ്നവും ഞങ്ങൾക്കില്ല എന്ന് ക്രിസ്ത്യാനികൾ പറയാൻ കാരണം അതാണ്. നോക്കുക, 2019 ഏപ്രിൽ 21 ശ്രീലങ്കയിലെ ഈസ്റ്റർ ഞായറാഴ്ച തന്നെ 3 പള്ളികളിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി 269 പേര് മരണമടഞ്ഞത്. അവരുടെ ബന്ധുക്കൾ അതോടുകൂടെ പള്ളിപ്പോക്ക് നിർത്തിയോ? ഇല്ല. കാരണം അവർ മരണമടഞ്ഞെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ അവരും ഉയർത്തെഴുന്നേൽക്കും. അത് വലിയ സാക്ഷ്യമായിട്ടാണ് അവർ കരുതുന്നത്. അങ്ങനെയാണ്. ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഉക്രൈനിലെ പള്ളിയിൽ ഓശാന ഞായറാഴ്ച കുരുത്തോലയുമായിട്ട് ഇറങ്ങി വന്ന ആളുകളുടെ ഇടയിലേക്ക് ബോംബ് സ്ഫോടനം ഉണ്ടായി. അതിൽ 36 പേരോളം കൊല്ലപ്പെട്ടത്. അവരുടെ ബന്ധുമിത്രാദികളും ഈ ദിവസങ്ങളിലൊക്കെ ദേവാലയത്തിൽ പോകും. കാരണം മരണത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന വിശ്വാസമല്ല നമുക്ക്. കാരണം യേശു ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ വലിയതും ചെറുതുമായിട്ടുള്ള ദുഃഖങ്ങളിലൊക്കെ നമ്മളിതൊക്കെ മാറും എന്ന് പ്രതീക്ഷിക്കാൻ കാരണം എന്താ? ഒരു ദുഃഖ വെള്ളിയാഴ്ച കൊണ്ട് യേശുവിൻ്റെ ജീവിതം തീർന്നില്ല എങ്കിൽ ഈ ദുഃഖ വെള്ളിയാഴ്ച കൊണ്ട് എൻ്റെ ജീവിതവും തീരില്ല. 20 വയസ്സുള്ള ഒരു യുവാവ് വാഹനാപകടത്തിൽ മരണമടഞ്ഞ അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷകളൊക്കെ കഴിയുമ്പോൾ അവളുടെ അമ്മ വന്ന് പറയും, ഉയർത്തെഴുന്നേൽക്കുക അച്ഛാ, എനിക്കതുകൊണ്ട് ഭയമില്ല, എനിക്കതുകൊണ്ട് നിരാശയില്ല. ദൈവം വിളിച്ചുകൊണ്ട് പോയതാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഞാനും അവനെ കാണും, ഒരുമിച്ചായിരിക്കും. ഈ ഒരു വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസത്തെ തകർക്കാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മഹത്വം. അതാണ്. ഒരു ജയിലിൽ 2 പേര് ഒരേ സെല്ലിൽ ശിക്ഷ അനുഭവിച്ച് കഴിയുകയാണ്. ഒരാളെപ്പോഴും ആകാശത്തിലേക്ക് നോക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണും, പുറത്തിറങ്ങി വരുന്ന ദിവസത്തെ സ്വപ്നം കണ്ടുകൊണ്ട് കഴിയും. മറ്റേയാളാകട്ടെ
എപ്പോഴും താഴെ നിലത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും. കുണ്ടും കുഴിയുമായിട്ടുള്ള അവിടെ തന്നെ കിടക്കും അയാളുടെ ലോകകഥ. രണ്ടുപേരും പുറത്തിറങ്ങി ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന ആൾ ഇതാ പുതിയൊരു ജീവിതം കരുപ്പിടിപ്പിച്ചു. അയാളുടെ ജീവിതം ആരംഭിച്ചു. മറ്റേയാളാവട്ടെ അയാൾ വീണ്ടും പുറത്തിറങ്ങിയപ്പോഴും നിലത്തേക്ക് തന്നെ നോക്കി കുണ്ടും കുഴികളും തന്നെ കണ്ടു. അയാൾ അങ്ങനെ തന്നെ ഒന്നും നേടാനാകാതെ നിരാശയിൽ തന്നെ മരണമടഞ്ഞു. നമുക്ക് വേണമെങ്കിൽ പ്രിയമുള്ളവരെ ദുഃഖവെള്ളിയിൽ തന്നെ നമുക്ക് ജീവിക്കാം. അല്ല എങ്കിൽ പിന്നീട് വരുന്ന മൗനത്തിൻ്റെതായിട്ടുള്ള ദിവസത്തെ നിരാശയിലേക്കാക്കി മാറ്റി അങ്ങനെ നമുക്ക് കഴിയാം. അല്ല എങ്കിൽ നമ്മുടെ ദുഃഖവെള്ളികളിൽ നിന്ന് നമുക്ക് ഒരു ഈസ്റ്ററിൻ്റെ പ്രതീക്ഷയിൽ നമുക്ക് ജീവിക്കാം, ഈസ്റ്ററിൻ്റെതായിട്ട് ജീവിക്കാം. കേരളത്തിലെ ഈ ദിവസങ്ങളിലൊക്കെയും നമ്മൾ കാണുന്നത് ദുഃഖവെള്ളി തീരില്ല എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുടെ ഒരു നിര തന്നെയാണ്. എത്രയോ അമ്മമാർ തൻ്റെ 2 കുഞ്ഞുങ്ങളുമായി പെൺകുഞ്ഞുങ്ങളുമായി ട്രെയിനിൻ്റെ അടിയിൽ പോയി ആത്മഹത്യ ചെയ്ത ഷൈനി, തൻ്റെ 2 കൊച്ചു കുട്ടികളെ തീക്ക് വിട്ടുകൊടുത്തിട്ട് അവളും തീ കൊഴുത്തി അങ്ങനെ മരിച്ച ഒരു താരയെ പറ്റി കേട്ടു. അതോടൊപ്പം തന്നെ സ്വാധീനമുണ്ട്, ജോലിയുണ്ട്, പ്രതാപമുണ്ട്, സ്വന്തമായിട്ടൊരു ബസ്സുണ്ട്, ഒരു ജസ്മോള്. അവൾ തൻ്റെ 2 പറക്കപറ്റാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ട് മടിമലയാറ്റിക്ക് ചാടി ആത്മഹത്യ ചെയ്തു. ഇതൊക്കെ നിരാശപ്പെടുത്തുന്ന വാർത്തകളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ആ പ്രശ്നങ്ങളുടെ ദുഃഖവെള്ളിയാഴ്ചകൾ തീരില്ല എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നത് കൊണ്ട് പ്രതീക്ഷയുണ്ടാകണം. ദുഃഖവെള്ളി തീരും, ഇന്നല്ലെങ്കിൽ നാളെ. കുടുംബ പ്രശ്നങ്ങളാണെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും ജീവിത പ്രശ്നങ്ങളാണെങ്കിലും എല്ലാ പ്രശ്നങ്ങളും തീരും. കാരണം അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. അവൻ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിച്ചൊരു മാതൃക തന്നിട്ടുണ്ട് എങ്കിൽ നമ്മളും ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഒരു പൂവിനെ മാത്രമേ ദുഃഖവെള്ളിയാഴ്ച തകർക്കാൻ പറ്റിയിട്ടുള്ളൂ. ആ പൂ പക്ഷേ നിലത്ത് വീണഴുകി പൂർണ്ണതയുടെ സമയമായപ്പോൾ അത് ഉയർത്തെഴുന്നേറ്റപ്പോൾ അതിനോടുകൂടെ ഒരു വസന്തമാണ് വിരിഞ്ഞു വന്നത്. ആ വസന്തത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. ആ വസന്തമാണ് നമ്മുടെ മുഖങ്ങളിലുള്ളത്, നമ്മുടെ മനസ്സിലുള്ള പ്രത്യാശ. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ വസന്തത്തിലായിരിക്കുമ്പോൾ മുകളിൽ കത്തി നിൽക്കുന്ന അന്ന് തകർക്കപ്പെട്ടെങ്കിലും ഉയർത്തെഴുന്നേറ്റ ആ പൂവിനെ മാത്രം നോക്കിയിട്ടാണ്. ആ പൂവാണ് നമ്മുടെ പ്രതീക്ഷ. ഇന്ന് നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്ത, നശിപ്പിക്കാൻ ആരെക്കൊണ്ടും തകർക്കാൻ പറ്റില്ല എന്നുള്ള ആ ദൃഢവിശ്വാസം, ആ വിശ്വാസമാണ് സഭയെ 2000 വർഷം മുന്നോട്ട് നയിച്ചത്. നമ്മുടെ ജീവിതങ്ങൾ ഇതുവരെ മുന്നോട്ട് നയിച്ചത്, ഇനിയും മുന്നോട്ട് നയിക്കേണ്ടത്. ഈ ഒരു പ്രതീക്ഷയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ഈ ദിവസം, ഉത്തരങ്ങളുടെ ദിവസം എല്ലാവർക്കും ഒരിക്കൽ കൂടി മംഗളങ്ങൾ ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.